ഹലോ സുനി, വാസുരാണ്. നീ എവിടെ എത്തി? നീ എന്റെ ലൈഫ് വെച്ച് കളിക്കരുത് കേട്ടാ, ഞാൻ പറഞ്ഞേക്കാം. അത് ശരിയാണ് എടാ, ഞാൻ മാളുമായിട്ട് പ്രേമിച്ചത് നിന്നോടും വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല, ശരിയാണ്. പക്ഷെ അവിടെ കല്യാണമാണ്. മാളു ഭാസുരനുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളി. ഞാൻ വിഷം കലക്കി വെച്ചേക്കണ കുപ്പിയിൽ അമ്മച്ചാളെ കുടിച്ച് ഞാൻ ചാകും. അതെ, ഞാനൊരു പെണ്ണിനെ പ്രേമിച്ചു, 5 വർഷമായിട്ട് പ്രേമിക്കുകയാണ്. അവിടെ കല്യാണമാണെന്ന്. ഞാനിതൊരു തെറ്റ് ചെയ്ത് എന്റെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ നാട്ടുകാരോടോ ഒന്നും ഇവരെ പറഞ്ഞില്ല, ഒളിച്ചു വെച്ച്. കാരണം അവള് നല്ല മിടിക്കുകയാണ്. അല്ല, ഈ പെണ്ണിനെ അറിയോ? പെണ്ണിനറിയാം. അപ്പൊ അവളെ വിളിച്ചോണ്ട് വരാനായിട്ട് എനിക്ക് ധൈര്യമില്ല, ഇറങ്ങി വരാൻ അവർക്ക് ധൈര്യമില്ല. എന്റെ കൂട്ടുകാരന്മാർ ഒരുപാട് പേര് എന്റെ കൂടെ വെള്ളാടിക്കണവരുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഒരുത്ത സഹായിക്കാനില്ല. പിന്നെ സുനി വരാന്ന് പറഞ്ഞു. ആ സമയത്ത് എത്തണ്ടേ? കെട്ട് കഴിഞ്ഞാൽ പിന്നെ കെട്ട് കഴിയുകയാണെങ്കിൽ ദൈവത്താണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വിഷം കഴിച്ച ആത്മഹത്യ. നാട്ടിൽ വന്ന് ഞാൻ ആത്മഹത്യ. അവളെന്നെ തേച്ചില്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ്? അല്ലെങ്കിൽ വിഷം കഴിച്ചു മരിക്കും. വിഷം കഴിച്ചു മരിക്കും. അത്ര ഇഷ്ടമാണ് എനിക്ക് എന്റെ മാളൂന. കുഴപ്പമില്ല, ഞാൻ വേറെ ഒന്നുമില്ല. ഈ വിഷത്തിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ. അത് കുടിച്ചിട്ട് ഇത് ഒറിജിനൽ സംശയം ടെസ്റ്റ് ചെയ്ത് നോക്ക്. അവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്ക്. സംശയം ലാബിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ടെസ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞു ചോദിച്ചു. എടാ, നീ എന്നെ സഹായിക്കണം. എന്നാ പ്രശ്നം എന്താ കൃത്യമായിട്ട് പറ. എടാ, ഞാൻ പറഞ്ഞില്ലേ ഫോണിലൂടെ മാളുമായിട്ട് ഞാൻ ഓടി വരാൻ പറഞ്ഞ ഞാൻ നാളത്തെ ചിട്ടിക്കാശുള്ള പൈസ ഒപ്പിക്കാണ്ട് കിടക്കേ. ചിട്ടിക്കാശനല്ല, എന്റെ പെട്ടി മേടിക്കാനുള്ള കാശാണ് നീ ഒപ്പിക്കേണ്ടത്. എടാ, മാളുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ഉറപ്പാണ്. എടാ, ഇത് ഏത് മാളുന്റെ കേസാണ് നീ പറഞ്ഞത്? രാവിലെ ഒരു മാളു എന്ന് പറയുന്നത്. എടാ പൊട്ട, ഫോണിലൂടെ ഞാൻ പറഞ്ഞില്ലേ 5 വർഷമായിട്ട് ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. അവിടെ വീടാണ് അപ്പുറത്ത്. അവിടെ കല്യാണം നടക്കണോ? അവിടെ കല്യാണമാണ്. അവളെ നീ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കെട്ടിക്കണം. അല്ല, വിളിച്ചിറക്കാന്ന് വെച്ചാൽ അതും ശരി. നീ ഒരു കാര്യം ചെയ്ത്, നിന്നെ അത്ര ഇഷ്ടമാണ്, നീ അങ്ങോട്ട് ചെന്ന് വിളിച്ചെങ്കിൽ പോരുമല്ലോ അവള്. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. അവൾ ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അവളും മന്നില്ല. അല്ല, പിന്നെ ആര് പോയി വിളിക്കാനേ? നീ പോയി വിളിച്ചോണ്ടോ? നീ എന്റെ ആത്മാർത്ഥ കൂട്ടുകാരല്ലേ? പോയവിടുന്ന് നീ വിളിച്ചോണ്ടോന്നില്ല. ഞാനിപ്പോ പറയുന്ന കേൾക്കാം. നീ ഒരു പെണ്ണിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷം കഴിച്ച് ഇതൊന്നും ഒരു ഇതല്ല, കഴിക്കാനുള്ളതാണ്. ഇതൊന്നും ഒരു പരിഹാരമൊന്നുമല്ല. വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതല്ല പരിഹാരം. പോട്ടെ, വേറെ പെങ്കുച്ചിനെ നമ്മൾ അറേഞ്ച് ചെയ്യല്. പിന്നെ എനിക്ക് കൈയും കാലും ഒക്കെ വിഷം മാറ്റാതെ ഞാൻ പരിഹാരം ഉണ്ടാകാതെ ഞാൻ നില്ല്. ഞാൻ പോയി വിളിച്ചോണ്ട് വന്നാൽ മതി അവള്. നിനക്ക് വേണ്ടി അത്രയും ഞാൻ ചെയ്തില്ല. ഞാൻ കൂട്ടുകാരല്ല, ഞാൻ വിളിച്ചോണ്ട് വരാം. ഓക്കെ അല്ലേ? സുനി ഒരു കാര്യമായിട്ട് അറിയാല. ബിവറേജിൽ നിന്ന് 8 മണിക്ക് സാധനം കൊണ്ടുവരുന്ന 8 മണിക്ക് കൊണ്ടുവരണം. സുനി, നീ പോയി വിളിച്ചോണ്ടോ? നീ വിഷം കഴിക്കില്ലേട്ടാ? ഒന്ന് നോക്കണം. ഞാൻ ഹലോ, പിരിവാണ് മുക്കത്താ. മാളു അല്ലേ? മാളു മുമ്പിൽ പുറയിലും വല്ലതും ഉണ്ടാ? മുമ്പിൽ പുറയിലില്ല. അതല്ലെന്ന് നിമിഷം മുമ്പിലാ പുറയിലാ വല്ലതും ഉണ്ടാന്ന്. മാളു ഭാസുരൻ. അത് നിന്റെ പേരല്ല, പൊട്ട. എന്റെ പെണ്ണല്ല. അപ്പൊ ഭാസുരൻ വേറെ ആരും വേണ്ട. നീ അടങ്ങി നിൽടാ. ഒന്ന് നോക്കണം. ഹലോ ബിനു, ഇവിടെ പറഞ്ഞ ബിനു. സുനി വന്നടാ. സുനി വന്ന് ഞാൻ വെളുപ്പിന് വന്നു അവിടെ വീടിന്റെ അടുത്തോട്ട്. സുനിയെ അറിയാല. സുനി ഏറ്റതാ ബസുരൻ. സുനി ഒരു കാര്യമായിട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓജസ്സും തേജസ്സും ഉള്ള നിന്റെ മാളു കേട്ടാ. ദേ നിക്കണാ നിന്റെ മാളു. എവിടെയും പോയി രക്ഷപ്പെടും. ഇതാരാ മാളു? ഇതല്ല മാളു. മോടെ പേരെന്നാ? മാളു. ഓടാ അവിടുന്ന്. ഇതാണ് മാളു. എടാ, അതല്ല മാളു. എന്റെ മാളു ഇതല്ല. നീ ഇതാണ് മാളു. കല്യാണ വീട്ടിൽ നിന്ന് മാളു. മോടെ പേരെന്താ? മാളു. ഇതാണ് മാളു. അതാണ് പറഞ്ഞ. ഞാൻ പറഞ്ഞ ഇതാണ് മാളു. ഇതല്ല മാളു. ഒറ്റ അടിക്ക് എന്റെ മൂക്കിൽ ഞാൻ ചോര വെച്ചതാ. അതാണ്ടാ മാളു. എടാ, അതല്ല പൊട്ട. പിന്നെ മോടെ പേരെന്താ? മാളു. ഇതാണ് മാളു. പക്ഷെ ഇതല്ല ഞാൻ പ്രേമിച്ച മാളു. ഇത് വേറെ മാളു. ഇത് വേറെ മാളുവാണോ? ചേട്ടാ, അല്ല, കല്യാണ വീട്ടിൽ നിന്ന് മാളു അല്ലേ മോള്? അപ്പൊ പിന്നെ എന്തിനാ മോള് ഇറങ്ങി പോണ? ഇത് മനസ്സിലായിച്ച? അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ചേട്ടാ, ഇങ്ങനെ ഓടിപ്പറ. ഇതെന്നാ പെട്ടി ഓട്ടോറിക്ഷയാ? അതെന്താന്നറിയോ, എന്റെ അച്ഛനും അമ്മയും എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ഒരു ചൂടും കാണിക്കണില്ല. അങ്ങനെ ഞാനൊരു ജോത്സ്യനെ പോയി കണ്ടായിരുന്നു. അപ്പൊ ആ ജോത്സ്യനെ എന്നോട് പറഞ്ഞേ, തെക്കുന്ന ഒരാള് വന്ന് വിളിക്കും, അയാളുടെ കൂടെ പൊക്കോളണം, നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തെക്കോട്ട് നോക്കി നിന്നപ്പോഴേ ഈ ചേട്ടൻ തെക്കുന്ന് വന്നത്. അങ്ങനെ ഞാൻ തെക്കോട്ട് ഈ ചേട്ടന്റെ കൂടെ പോന്നു. എന്റെ തെക്കോട്ടെടുത്താൽ മതിയായിരുന്നു. ഇതിലും ഭേദമായിരുന്നു. എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു. ഇവ കൊണ്ടാക്കാൻ പറഞ്ഞാൽ അത് വിളിച്ചോണ്ട് വന്ന കൊച്ചാണ്. അങ്ങോട്ടൊന്നും ചെല്ലാൻ പറ്റില്ല. വീട്ടിൽ പോയിക്കോ. ഞാൻ പോവില്ല. എന്നെ 5 വർഷമായിട്ട് സ്നേഹിക്കണ ചേട്ടനുണ്ട് ഇവിടെ. ആ ചേട്ടനാണ് ഈ ചേട്ടൻ. പറഞ്ഞ ഞാനല്ല മോളെ. എനിക്ക് ഇഷ്ടായേട്ടാ. ഞാനല്ല. എന്റെ മാള് വേറെ, ബാസറിന്റെ മാളും വേറെ. മോളൊരു കാര്യം ചെയ്യും, ആ കല്യാണം വീട്ടിലോട്ട് പോകും. ഇനി അങ്ങോട്ട് ചെല്ലാൻ. കാരണം ഞാൻ അവിടുത്തെ പട്ടിക്കൂട് തുറന്നു വിട്ടേച്ച് അവിടെ മൊത്തം ആൾക്കാർ വിഷയാക്കിട്ടാ ഞാൻ കൊച്ചിനെ എടുത്തോണ്ട്. അല്ല, നീ എന്താ പറഞ്ഞു വിടിച്ചല്ലേ? ഇല്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ച് ചാവും. ഞാൻ പറഞ്ഞോട്. മോളൊരു കാര്യം ചെയ്യാം. ഞാൻ മോളെ വീട്ടിൽ കൊണ്ടുപോടാ. ഒരു കയ്യബദ്ധം. മണവാള മനോജ് വന്നി. അയ്യോ, അവനെന്റെ ഭാര്യ അടുത്ത് പോയി പറയും വിഷയമാവും. എനിക്ക് അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യും. തരാം. അവിടെ
എന്താണ് ഇവിടെ ഇടപാട്? എന്താണ് ഇവിടെ ഒരു പങ്ങിക്കളി എന്താണെന്ന് ഞാൻ ചോദിച്ചത്? ഒന്നുമില്ല, ഒരു പെണ്ണ്. എന്താടാ എന്താ സംഭവം എന്ന് വെച്ചാലേ ഇവനെ ഞാനൊരു പെണ്ണുകൊണ്ട് കാണിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പൊ കല്യാണം ഉറപ്പിച്ച് ഞങ്ങൾ കല്യാണം വിളിക്കാൻ ഇറങ്ങിയ അടുത്ത ആഴ്ച കല്യാണമാണ് അവന്റെ വീട്ടിൽ പറഞ്ഞു. നിന്റെ കല്യാണോ? എന്റെ കല്യാണമാണ്. ദൈവമേ, ഇവന്റെ കല്യാണം വരെ ഉറച്ച്. എത്ര നാളായി ഞാൻ ഈ മുണ്ടും ഈ മാലയും ഉടുപ്പൊക്കെ ഇട്ട് നടക്കുന്നത്. എനിക്കിതുവരെ ഒരു പെണ്ണിനെ കിട്ടിയിട്ടില്ല. നീ എന്തിനാ ഈ മണവാളുടെ ഡ്രസ് ഇട്ട് ഈ മാലയും കൊണ്ട് നടക്കണത്? എപ്പോ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന അപ്പൊ നേരെ കെട്ടിയാണ് ഞാൻ അങ്ങ്. നീ ഞൊട്ടും. ഇതുവരെ എനിക്കൊരു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എനിക്ക് കിട്ടിയിട്ടില്ല. എടാ തോന്നിയാസം പറയാ ചേട്ടാ. എന്ത്? എടാ നല്ലൊരു സുന്ദരി പെങ്കൊച്ച്, അലുവ പീസ് പോലത്തെ ഒരു പെങ്കൊച്ചിനെ ഞാൻ വടുതലെ കൊണ്ട് കാണിച്ചു അവനെ. അവനത് വേണ്ടാന്ന് പറഞ്ഞ ആ കൊച്ചിനെ. ഏത് പീസ്? നീ അലുവ പീസ് കണക്കൊരു കൊച്ചിനെ. ആ പെണ്ണെ ഞാൻ പോയി കണ്ട്. ഞാൻ ചെന്ന് നിൽക്കുമ്പോ ഈ സൈഡിൽ നോക്കിയപ്പോ മഞ്ജുവരുടെ കെട്ട്, ഈ സൈഡിൽ നോക്കിയപ്പോ നയൻതാരയുടെ കെട്ട്, നേരെ എന്ന് നോക്കിയപ്പോഴല്ലേ ഈ പെണ്ണ് ഒരു കണ്ണ് വടക്ക് ഒരു കണ്ണ് തെക്കും. അങ്ങനെ ഇരിക്കുക. അല്ല അത് നിന്നോട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. പെണ്ണിന് ചുറ്റുപാടൊക്കെ നോട്ടമുള്ള പെങ്കൊച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. പറഞ്ഞിട്ട് കാര്യമുണ്ട്. എനിക്ക് ഏതായാലും പെണ്ണെ കെട്ടണം. എന്റെ ഹണിമൂൺ എന്ന് പറഞ്ഞാൽ ലണ്ടനിലാണ്. ഹണിമൂൺ ലണ്ടനിലാണോ? പെണ്ണെ കെട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ ലണ്ടനിലേക്ക് പറക്കും. നീ ഹണിമൂൺ ലണ്ടനിലെ പാരീസിലെ എവിടെ വെച്ചാൽ നടത്തുള്ളൂ. അതല്ല വിഷയം. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ ഇങ്ങോട്ട് വന്നേ. എന്താ? നീ പലിശക്ക് കാശ് കൊടുത്ത് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. എടാ, ഏതെങ്കിലും ഒരു സാധാരണ വീട്ടിലൊരു പെണ്ണിനെ നീ കെട്ട്, അവക്കൊരു ജീവിതം കൂട്, ദൈവാനുഗ്രഹം ഉണ്ടാവും. അല്ല, എനിക്കൊരു മനസ്സിന് ഇണങ്ങിയ ഒരു പെണ്ണിനെ കിട്ടണ്ടേ എനിക്ക്? അല്ല മനസ്സിനാണെങ്കിൽ കിട്ടിയാലും നീ കെട്ടിയാലും ഇവന് ശ്രീധനം വേണോന്നേ. ശ്രീധരൻ വേണം. കാരണം ലണ്ടനിലാണേ പോണ്ടത്. നിനക്ക് ലണ്ടനിൽ ഹണിമൂണിന് പോയി. ഹണിമൂണിന് പോണം. നിനക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു പെണ്ണ് ഉണ്ട്. ഉണ്ടാ? കേട്ടാവാ? എപ്പോ ശരി. ദൈവന്റെ അമ്മാനമാണ്. എന്താ എന്റെ അമ്മാന്റെ വീട് അവിടെ നിന്റെ വീട്ടിൽ എന്റെ അമ്മാന്റെ ആളുവാണെന്ന് പറഞ്ഞ ഒരുത്തിനെ വിളിച്ചോണ്ട് വന്ന വേറൊരു ആളുവിനാ. നീ കാണുന്ന ആള് തിരിഞ്ഞു പോയ അവള് നിന്റെ വീട്ടിൽ വരും, പിന്നെ പ്രശ്നമാണ്. അവളെ ഇവന്റെ നില വെച്ച് കൊടുക്കാം. അറിയാ എന്റെ അമ്മാവൻ പിള്ളേരുണ്ടാവില്ല, എന്നാലും അമ്മാന്റെ മൂത്തോളാണത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മാന്റെ വീട്ടിലേക്ക് പോകാം. അല്ല അങ്ങോട്ട് പോകണ്ട, തെന്നിവിയല്ലേട്ടോ, വീട്ടിലോട്ട് പോകണ്ട. ഞങ്ങളൊരു ഷോപ്പിങ്ങിനായിട്ട് അറിയാം വേറെ ആവശ്യത്തിന്. അതെ, അവളുണ്ട്, മാളുണ്ട്. വിളിക്കട്ടെ? മാളൂ വിളിക്കടാ. അങ്ങ് വന്ന കൊച്ചേ, ഈ ഒന്നടി ഒന്നടി വന്ന ഇവിടെ ഒരു അളിയാ ആണ്ട്രാ. അമ്മാന്റെ മോള് എന്റെ മാളുവിന് എന്താണ് മാള് മാളു? മാളു മനോജ് മാളു ലണ്ടനിൽ പോയിരിക്കും നമ്മൾ. ഞങ്ങൾ കിട്ടുന്നു, ഞങ്ങൾ ഹണിമൂൺ ലണ്ടനിൽ. എനിക്ക് പെണ്ണെ ഇഷ്ടം, പെണ്ണെ ചുറ്റുപാടും ഒക്കെ ഓക്കെയാണ്, ഇഷ്ടപ്പെട്ടിരിക്കും. വേറെ പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നവും. അപ്പൊ നമുക്ക് അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം ഓക്കെ അല്ലേ? ഓക്കെയാണ്. വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഡിമാൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, എനിക്ക് സ്ത്രീധനം കിട്ടിയേ പറ്റും. എടാ ഇത് സ്ത്രീധനം ഒന്നും കിട്ടില്ല, പാമ്പിടിച്ച കൊച്ചാറ ഒരു ജീവിതം കൊടുക്കണം. നടക്കൂല മകനെ. സ്ത്രീധനം ഇല്ലാതെ കൊടുത്ത 2 ജീവിതമാണ് തിരിച്ചു കിട്ടുന്നത്, അറിയാം. ഒരു ജീവിതം വേണ്ട, ഞാൻ സ്ത്രീധനം കിട്ടാണ്ട് ഞാൻ കെട്ടൂല. എടാ, അത് വേറെ കാര്യമുണ്ടോ? എന്ത് കാര്യം? വേണ്ട വിട്ടേരാ. എനിക്ക് വിശക്കണേ. ബുക്കാറോ തുടങ്ങി അവിടെ മുതൽ പറയാണ് വെച്ചത്. ഞാൻ മേടിച്ചു തരാം കേട്ടാ, മോള് സമ്മാനപ്പെടും. അളിയാ ഒരു 1000 രൂപയുടെ ചേഞ്ച് തന്നടാ. 1000 രൂപയുടെ ചേഞ്ച് ഇല്ല, എന്റെ ആകെ 200 രൂപയുള്ളു. 200 ഞാൻ എവിടെ 1000 രൂപയുടെ? അത് ഞാൻ ചുമ്മാ ഡംബീസ് അടിച്ച എന്റെ ഇല്ല. എനിക്ക് മകളുമായിട്ട് തിരിച്ചു പോകണ്ടാണ്. മണവാള, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. ആ പെണ്ണിനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നാണ്. നീ നാട്ടിൽ പറയരുത്. ഇല്ല. അപ്പൊ അവൻ വിളിച്ചോണ്ട് വന്നപ്പോ പെണ്ണ് മാറിപ്പോയി. അതുകൊണ്ടാണ് ഈ പെണ്ണിനെ നീ കെട്ടണം, പ്ലീസ്. ഞാൻ കെട്ടണം. എനിക്ക് സ്ത്രീധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടില്ല മോനെ, കെട്ടില്ല. കാലിയാൻ പിടിക്കുന്ന നിനക്ക് കാശില്ലേ? എനിക്ക് ലണ്ടനിൽ പോണേ കാശ് വേണമെന്നേ. കടയെ കൊണ്ട് കയറ്റി, അപ്പുറത്തെ ചായകട കൊണ്ട് കയറ്റി. അവിടെ ചെന്നപ്പോഴേ അവൾക്ക് നൂഡിൽസ് വേണമെന്ന്. എന്നിട്ട് ഈ പട്ടിക്കാട്ടി അവിടെ ഇരിക്കുന്ന നൂഡിൽസ് ഞാൻ പിന്നെ ആ കടക്കാരനോട് പറഞ്ഞ് 2 ഇടിയപ്പം എടുത്ത് കുരുക്കഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ടെൻഷൻ അടിക്കും. ഞാൻ ഈ ടൗണിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് വരും കേട്ടോ. ഒന്ന് കരയാണ്ടിരിക്കാൻ പറ. ശരി ഓക്കെ. എക്സ്ക്യൂസ് മീ. ഞാൻ എക്സ്ക്യൂസ് അങ്ങനെ ആണുങ്ങളെ കിസ് ചെയ്യുന്ന സ്വഭാവം ഇല്ല എനിക്ക്. അതല്ല പറഞ്ഞത്. പിന്നെ എക്സ്ക്യൂസ് മീ, ഈ വഴി എങ്ങനെ ഒരു പെണ്ണ് പോണണ്ടായിരുന്ന? ഞങ്ങളങ്ങനെ പെണ്ണുങ്ങളെ നോക്കണ ആളല്ല. ഞങ്ങള് വേറൊരു പെണ്ണിന്റെ. അതല്ല സംഭവം എന്ന് പറയുമ്പോ ഇവിടെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. ഈ കല്യാണ വീട്ടിൽ കൊണ്ട് ഏതോ ഒരു പരമനാറി കൂട്ടി കിടന്ന പട്ടിനെ തുറന്നു വിട്ടു. ഈ പട്ടിയാണ് ഈ കല്യാണത്തിന് വന്ന ആൾക്കാരെ കച്ചറ പൊച്ചറ കടിച്ച് മൊത്തം കച്ചറായിട്ട് നിൽക്കണം അവിടെ. സംഭവം എന്നറിയോ, ഈ ബഹളം നടക്കണ ഇടയ്ക്ക് ഈ പെണ്ണിനെ കാണാനില്ല. അയ്യോ, ഇതിപ്പോ എന്താ സംഭവം എന്ന് അറിയാമോ? ഇതൊരു കോടീശ്വരന്റെ മകളാണ്. കോടിക്കണക്കിന് ആസ്തി ഉണ്ട് ഈ കൊച്ചിന്റെ പേരിൽ. ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണ്, എന്തെങ്കിലും ചെയ്തതാണ്, ഒരു എത്തും പിടി കിട്ടില്ലെന്നേ. നീ വിളിച്ചോണ്ട് വന്നോളൂ, ഭയങ്കര കാശുകാരി. ഞാൻ ചുമ്മാ വിളിച്ചോണ്ട് വരികയല്ലേ. അവളെ കാണി പിടിച്ചു കൊടുത്താൽ
നമുക്ക് വല്ലതും കിട്ടുമോ? ഇച്ചിരി പൈസ കിട്ടും ചോദിക്കും. എന്താ സംഭവം? അല്ല ഒന്നുമില്ല. അതെ പിന്നെ ഈ പെണ്ണിന്റെ പേരെന്താന്ന് പറഞ്ഞ? മാളു. മാളു. അതായത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഈ മാളുവിനെ ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ട് കൊണ്ടുവന്ന് തന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? 2 ലക്ഷം കിട്ടൂല. ഞാൻ പറഞ്ഞില്ലേ കോടീശ്വരന്റെ മോളാണ്. 2 ലക്ഷം കിട്ടുമോ? കണ്ണും പൂട്ടി തരും. ഉറപ്പാണ്. ഓക്കെ ആണോ? ഓക്കെ 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 അപ്പൊ ആ വരുവാണ് അങ്ങോട്ട് കൊണ്ട് എത്തിച്ചാൽ മതിയല്ല. മതി 2 ലക്ഷം തരാം കേട്ടാ. ഓക്കെ ആയിക്കോട്ടെ. ഹലോ ആ പേരെന്താന്ന് പറഞ്ഞ? മാളു. ചേട്ടന്റെ പേര് മാളു എന്നാണോ? അല്ല എന്റെ പേര് മധുസൂദനൻ. ഓക്കെ ഓക്കെ. അതെ ഞാൻ 2 ചെറുപ്പക്കാരോട് പറഞ്ഞിട്ട് അവര് ഓക്കെ. അതായത് 2 ലക്ഷം രൂപ മേടിച്ചിട്ട് ഇവൾ അവിടെ കൊണ്ടാക്കിയിട്ട് എന്റെ മാളുവിനെ വിളിച്ചോണ്ട് പോവാ. കാശ് കിട്ടും 1 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്ക് ഹണിമൂൺ അടിച്ചു. ഓക്കെയാണ്, സംഭവം കൊള്ളാം. ചെല്ലി അവളെ കടയിൽ നിന്ന് വിളിച്ചോണ്ട് പോയിക്കോട്ടെ കൊടറ കിട്ടിയെന്നും പറഞ്ഞു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്തെന്ന് നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കോടീശ്വരിയാണല്ലോ. 2 കുട്ടികളും ഭാര്യയും ഉണ്ട് എനിക്ക്. എന്നാലും അവളെ മാലക്കണ്ണാന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവിട്ട് ഈ കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകാലോ എന്നുള്ളതാണ്. എന്തോടാ ഞാനതെല്ലാം ഇവിടെ നിന്ന് കേൾക്കാണ്. എന്റെ മാളുവിനെ നിങ്ങൾ ആർക്കാടാ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്? ഞാൻ സ്നേഹിച്ച് ഞങ്ങൾ ലണ്ടനിലേക്ക് പറക്കാൻ നിൽക്കുന്ന എന്റെ മാളുവിനെ നിങ്ങൾ ആർക്കാണ് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്? പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ മാളുവല്ല അത്. കോടീശ്വരിയാന്ന് പറഞ്ഞപ്പോഴേ 2 ലക്ഷത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വന്നേക്കാ പുള്ളി. നിനക്ക് സ്ത്രീധനം വേണമെന്നല്ലേ പറഞ്ഞത്? നിനക്ക് ഇപ്പൊ അത് കാശ് ഞാൻ ഒരു തമാശ പറഞ്ഞല്ലത്. ആ, തമാശ. എനിക്ക് ഇട്ട് മൂടാനുള്ള പണമുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പെണ്ണ് ഇഷ്ടപ്പെട്ടു. അത് ശരിയല്ല. ഞങ്ങൾ കൊണ്ടു കൊടുത്ത 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് അയാൾ തരാന്ന് പറഞ്ഞു. 2 ലക്ഷം രൂപ കാശ് ഞാൻ തരാം. 2 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. 2 ലക്ഷം ഒന്നും പോരാ. 2 പോരാ. 2 ലക്ഷം പോരാ. പോരെ? ഇതൊക്കെയുള്ള 5 ലക്ഷം. 5 5അല്ലടാ, 3ആണ്. 3 ലക്ഷം. 3 അല്ല, 1, 2, അര 2.5. 2.5 അല്ല 3 ലക്ഷം രൂപ തരണം. കോക്കെ 3 ലക്ഷം. 3 ലക്ഷം തരികയാണ്. ഓക്കെ 3 ലക്ഷം പെണ്ണ് വിളി. കാശുകാരാണ്. കഴിച്ചാ നൂഡിൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇടിയപ്പ സൂപ്പർ ആയിരുന്നു ഏട്ടാ. അതെ പിന്നെ പിന്നെ മാളു അതായത് മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. മോളെ സ്നേഹിച്ച ചെറുക്കൻ ശരിക്കും ഇതാ. ഈ ചേട്ടനാണോ? ഈ ചേട്ടനാണ്. ഓക്കെ അപ്പോളേ നല്ലൊരു മുഹൂർത്തം നോക്കി ഇവരുടെ കല്യാണം നടത്തിയേക്കാം. ഓക്കെ ആയിക്കോട്ടെ. നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണം നടത്താം. എവിടാ പോയിട്ട് മുഹൂർത്തം നോക്കാം. പോയിട്ട് മുഹൂർത്തം നോക്കണ്ട. ഞാൻ മാലയെ കെട്ടുമ്പോൾ ഇപ്പൊ കെട്ടും. ഇല്ലെങ്കിൽ ഇവിടെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ 3 ലക്ഷം രൂപ 3 ലക്ഷം രൂപ. നിങ്ങൾ ആദ്യം കല്യാണം നടത്താം, എന്നിട്ടല്ലേ 3 ലക്ഷം രൂപ ഒരു കാര്യം ചെയ്യ്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നീ ഇത് നടത്തിക്കോളൂ. ഓടാവുന്ന എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. എന്നാ അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് നടത്തിക്കോളൂ. അമ്മാവനോക്കെ കൈ വിടും. നിന്റെ അവന്റെ കല്യാണം ഞാൻ നടത്തി തരുന്നതായിരിക്കും. അമ്മാവനല്ലടാ ആ ഒരു സാധനം. കൈ കൊടുക്കാൻ. എനിക്ക് കൈ തരാനല്ല, അവിടെ കൈ കൊടുക്കും. കൈ എടുത്തേ. പെട്ടെന്ന് എനിക്ക് മാളുവിനെ വിളിക്കണം. മക്കളെ നിന്റെ ഓക്കെ കല്യാണം ഞാൻ നടത്തി തന്നിരിക്കും. മാലയിട് 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 മാലയിട്. മാലയിട്. കഴുത്തിടാനാ പറഞ്ഞ പൊട്ടാ. അവിടെ കൊടു. ഇവിടെ കരുത്തലോട്ട് അവിടെ കരുത്തിലിട്ട്. ഊവിയല്ലടാ കൊരവേറ്റാ. ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളല്ലോ. കല്യാണം നടന്നില്ലേ? ഹാപ്പി ആയില്ലേ? ഹാപ്പി മോളെ 1 മിനിറ്റ്. അല്ല അവളെ കൊണ്ടുപോയില്ലേ? 1 മിനിറ്റ്. ഞങ്ങള് വേറെ ഇപ്പൊ അതായത് കല്യാണം നടന്നല്ല, കോടീശ്വരൻ കെട്ടിയല്ല. ഇനി ഞങ്ങളുടെ 3 ലക്ഷം രൂപ. ഞങ്ങളുടെ 3 ലക്ഷം രൂപ എനിക്ക് എന്റെ മാളുവിനെ പോയി വിളിക്കണ്ട. നീ തരാനുള്ള കാശാ 5000 രൂപ പലിശ. പിന്നെ അതെനിക്ക് വേണ്ടേ? അത് കുറച്ച് തന്നാ മതി. എന്റെ കാശിന് വില ഇല്ലേ? അതെ അത് പോട്ടെ. എന്റെ പൈസ ഇങ്ങോട്ട് 1.5 ലക്ഷം. എന്റെ ഈ കാശ് തന്നിട്ട് വേണം നിനക്ക് ഞാൻ കാശ് തരാം. 5000 രൂപ. പിന്നെ അല്ലാണ്ട് എടാ ഒരു പെണ്ണിനെ കെട്ടിച്ചു തന്നപ്പോ നീ ഉടായ്പ കാണിക്കല്ലേടാ. പൈസ തന്നാ മതിയാക്കി. ഒരു 10 പൈസ നിങ്ങൾ ഒന്ന് പോയി വല്ല പണിയണ്ട നോക്കടാ. ഒരു കാശ് ലക്ഷങ്ങൾ നിന്റെ കളിയന്റെ അടുത്ത് പോയാ ഇവിടുന്ന്. മനോജ നീ വരും കേട്ടാ. ഒന്ന് പോടാ. നിന്റെ ഹണിമൂണും ഒരു പോക്ക് പോത്തേ ഉള്ളൂ. നീ ലണ്ടനിൽ പോകുന്നേ. ഒരു പണി ചെയ്താല ഇവിടെ നമ്മൾ കണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ കിട്ടും. ആ പുള്ളി പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ 2 ലക്ഷം തരാന്ന്. അത് മേടിക്കാം. അപ്പൊ അവിടെ ഇപ്പോൾ പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ 2 ലക്ഷം മേടിക്കാം. ഞങ്ങളും സന്തോഷാണ്. പറയടാ. നേരത്തെ ആ കല്യാണ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പോയി എന്ന് പറഞ്ഞല്ലോ. മാളു. അവിടെ ഒരാൾ വന്നു പട്ടിക്കൂട് അഴിച്ചു വിട്ടിട്ട് പട്ടിയെ കണ്ട് കടിപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞില്ലേ? അതെ. ഞാനാണ് ആക്ച്വലി പട്ടിക്കൂട് തുറന്നു വിട്ടതും ഇത്രയും വിഷയം ഉണ്ടാക്കിയത്. അതെ. പട്ടിക്കൂട് തുറന്നിട്ട് താനാ ഡിസ്കോ ഡാൻസർ. കടിച്ചിട്ടിരിക്കണെന്നറിയാവാ. അല്ല ഞാനേ ഒരു സഹായം ചെയ്തത്. അതെ വേറെ തല്ലരുത്. ഒരു സന്തോഷകരമായ വാർത്ത പറയാനാ. എന്താണ്? മറ്റേ മാളു എന്ന് പറഞ്ഞ മറ്റേ കോടീശ്വരനെ കാണാനില്ലെന്ന് പറഞ്ഞല്ല. അപ്പൊ വേറൊരു പെണ്ണിനെ തിരക്കി ഞങ്ങൾ വന്നാ. അപ്പൊ ഞങ്ങൾ മാളുവിനെ കണ്ട് ആ മാളുവിന് ഇഷ്ടമുള്ള ഒരാളായിട്ട് ഞങ്ങൾ മുൻനിന്ന് കല്യാണം നടത്തി കൊടുത്ത്. മര്യാദയ്ക്ക് നിങ്ങളുടെ പെണ്ണെ കുറിച്ച് അനാവശ്യം പറഞ്ഞ. നിങ്ങൾ ഏത് മാളുവിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്? മറ്റേ കല്യാണ വീട്ടിൽ നിന്ന് പോയെന്ന് പറഞ്ഞ. കല്യാണ വീട്ടിൽ പോയ മാളു അവളെന്നെ വിളിച്ചായിരുന്നു. അവള് വീട്ടിൽ നിന്ന് TV കാണുന്നുണ്ടാ. പിന്നെ ഏത് മാളുവിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞത്? അപ്പൊ പിന്നെ ഈ മാളു ഏതാണ്? ഏത് മാളു? ഇതേതാണ് ഈ മാളു? ഇത് തന്നെ മാളു. ഇവളറിയാൻ പാടില്ലേ? ചിട്ടി പൊട്ടി വട്ടായി പോയ വാസുവിന്റെ മൂത്ത മോള് മാളു.
ഇവളുടെ കുടുംബക്കാർക്ക് മൊത്തം ഭ്രാന്താണ്. പോടാ പറ്റി. എന്റെ കുടുംബക്കാർക്ക് ഭ്രാന്താ. ഈ കൊച്ചു 2 മാസമായിട്ട് ഊളംപാറലായിരുന്നല്ലോ, ഇത് എപ്പോ ഇറങ്ങിയത്? അത് ഇന്നലെ ഷോക്ക് അടിപ്പിക്കാൻ കൊണ്ടുപോയപ്പോ ഞാനിവിടെ ഓടി. വാചേട്ടാ പോകാ. വട്ടാണല്ലേ വട്ട് നിനക്കോടാ വട്ട്. വാചേട്ടാ. എടാ മഹാഭാവികളെ, എന്താ അനിഞ്ഞെങ്ങാട്ടാണ് ടൂർ പോണ്ടത്? വലിച്ചു കൊല്ലു തന്നെ. നിനക്ക് എങ്ങോട്ട് പോകൂടാ? ടൂർ പോകാനായിട്ട് അടിപൊളി ഒരു സ്ഥലം എങ്ങോട്ടാണ്? ഊളംപാറ. പോ. Comedy Master